നമസ്കാരം. കേരള PSCക്ക് ചോദിക്കുന്ന ഹിസ്റ്ററിയുടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കഴിഞ്ഞു വന്ന പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതിൻ്റെ അനുബന്ധ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യങ്ങൾ ഇതാണ്: കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് പഠിക്കേണ്ട ഭാഗമാണ്. നെക്സ്റ്റ് വൺ, പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? ഉത്തരം മുസിരിസ്. മുസിരിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പുതിയ ട്രെൻഡിങ്ങായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണിത്. പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? മുസിരിസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കർ. പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കർ. ഓക്കെ, ചോദ്യങ്ങൾ ഒന്നുകൂടി. കേരളത്തിൽ ആദ്യമായി വന്ന് ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. പ്ലീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? മുസിരിസ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. മുസിരിസ് പഴയ പേരാണ്, കൊടുങ്ങല്ലൂരാണ് പുതിയ പേര്. ഗോശ്രീ പഴയതാണെങ്കിൽ ഇപ്പോഴത്തെ പേര് കൊച്ചി. അപ്പോൾ മുസിരിസ് കൊടുങ്ങല്ലൂരായിട്ടും ഗോശ്രീ കൊച്ചിയായിട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ചേരമാൻ ജുമാ മസ്ജിദ്. ചേരമാൻ ജുമാ മസ്ജിദ്. കേരളത്തിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഓക്കെ, കേരളത്തിലെ അല്ല, മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ചേരമാൻ ജുമാ മസ്ജിദ്. നെക്സ്റ്റ് വൺ, ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് ആരാണ്? മാലിക് ദിനാർ. ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് ആരാണ്? മാലിക് ദിനാർ. മാലിക് ദിനാർ. അടുത്ത ചോദ്യം: കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം. അറയ്ക്കൽ രാജവംശം. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ: അറയ്ക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. അറയ്ക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് ആരാണ്? കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത് ആരാണ്? ആൻസർ സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ്. സെൻറ്റ് തോമസ് കേരളത്തിൽ വന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്ന വർഷം ഏതാണ്? AD 52. AD 52 സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. AD 52. നെക്സ്റ്റ് വൺ, നസ്രാണികൾ എന്നറിയപ്പെട്ടത് ആരാണ്? നസ്രാണികൾ എന്ന് അറിയപ്പെട്ടത് ആരാണ്? സിറിയൻ ക്രിസ്ത്യാനികൾ. സിറിയൻ ക്രിസ്ത്യാനികൾ. സിറിയൻ ക്രിസ്ത്യാനികളെയാണ് നസ്രാണികൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ.